നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ നിലവിലുള്ള വണ്ടിയുടെ RC ബുക്ക് മൊബൈലിൽ ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, പണ്ടൊക്കെ RC ബുക്ക് നമ്മുടെ അഡ്രസ്സിൽ പോസ്റ്റലായിട്ട് വരാറുണ്ടായിരുന്നു. പക്ഷേ ഇനി മുതൽ അങ്ങോട്ട് RC ബുക്ക് ഇത്തരത്തിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കണം, പോസ്റ്റലായിട്ട് വരില്ല. ഇനിയിപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വണ്ടിയുടെ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലും അതേപോലെ തന്നെ നിങ്ങൾക്ക് വണ്ടി പുതുതായിട്ട് എടുത്ത ആളുകളാണെങ്കിലും ഒക്കെ തന്നെ RC നമ്മൾ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കണം. അതിനുശേഷം അത് പ്രിന്റ് എടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇനി മൊബൈലിൽ തന്നെ ഡൗൺലോഡ് ചെയ്ത് വെച്ചാലും മതി. അപ്പോൾ എങ്ങനെയാണ് മൊബൈലിൽ നമ്മുടെ RC ബുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ സൂരജ് ചോലക്കൽ, ഡാഡൂസ് കോർണർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വണ്ടിയുടെ RC ബുക്ക് മൊബൈലിൽ തന്നെ ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള ഗൂഗിൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിൻ്റെ സെർച്ച് ബാറിൽ പരിവാഹൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുന്ന സമയത്ത് parivahan.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരുപാട് വെബ്സൈറ്റുകൾ വന്നിട്ടുണ്ട്. ഓരോന്നും ഓരോ രീതിയിലാണ് ഇവിടെ കൊടുക്കുക. അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുള്ള പരിവാഹൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ പ്രവേശിക്കാൻ സാധിക്കും. ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ അപ്ഡേറ്റ് യുവർ മൊബൈൽ നമ്പർ എന്നാണ് പറയുന്നത്. നിങ്ങൾ വണ്ടിയുടെ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഇവിടെ നിങ്ങൾക്ക് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് രണ്ട് വെബ്സൈറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വാഹൻ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റും സാരഥി എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റും. രണ്ടും ഗവൺമെന്റിന്റെ തന്നെ വെബ്സൈറ്റാണ്. വാഹൻ എന്ന് പറയുന്ന ആദ്യത്തേതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത്. ഇത് നിങ്ങൾ നമ്പർ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അതല്ലെങ്കിൽ നമുക്ക് ഇത് ക്ലോസ് ചെയ്ത് കൊടുക്കാം. നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യേണ്ട ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ വണ്ടിയുടെ ഡീറ്റെയിൽ ആണ് അടിക്കേണ്ടത്. വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ ആദ്യം അടിച്ചു കൊടുക്കുക. അതിനുശേഷം വണ്ടിയുടെ ചേസിസ് നമ്പർ ഫുള്ളായിട്ട് ഇവിടെ അടിച്ചു കൊടുക്കുക. എൻജിൻ നമ്പറും ഫുള്ളായിട്ട് ഈ കോളത്തിൽ അടിച്ചു കൊടുക്കുക. രജിസ്ട്രേഷൻ ഡേറ്റ് എന്നാണ് എന്നുള്ളത് അടിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ അതിൻ്റെ രജിസ്റ്റർ ചെയ്തതിൻ്റെ വാലിഡിറ്റി എത്രയുണ്ട് എന്നുള്ളതിൻ്റെ ഡേറ്റും ഇവിടെ അടിച്ചു കൊടുക്കുക. ഇപ്പം നമ്മുടെ വണ്ടിയുടെ നമ്പറും ചേസിസ് നമ്പറും എൻജിൻ നമ്പറും അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. രജിസ്ട്രേഷൻ ഡേറ്റ് അടിക്കുന്നതിന് വേണ്ടി ആ കോളത്തിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കലണ്ടറിൻ്റെ ഒരു ചിത്രം കാണാൻ സാധിക്കും. അവിടെ ആദ്യം തന്നെ ഇയർ സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ രജിസ്ട്രേഷൻ ഡേറ്റ് എന്നാണ് എന്നുള്ളത് നോക്കി അതിൻ്റെ ഇയർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇയറിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ വരും. അത് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇയർ സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. 2015 എൻ്റെ വണ്ടിയുടെ രജിസ്ട്രേഷൻ ഡേറ്റ്. 2015 എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിനുശേഷം മന്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നവംബർ എന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഡേറ്റ് ഏതാണ് എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ ഡേറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ രജിസ്ട്രേഷൻ്റെ വാലിഡിറ്റി ഏത് വർഷം വരെ ഉണ്ട് എന്നുള്ളത് താഴെ ഇതേപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതും അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം താഴെ കാണുന്ന ക്യാപ്ച കോഡ് തെറ്റാതെ താഴെ കാണുന്ന ഈ കോളത്തിൽ അടിച്ചു കൊടുക്കുക. അത് നമ്പർ ആണെങ്കിൽ നമ്പറും അതേപോലെ തന്നെ ക്യാപിറ്റൽ ലെറ്റർ ആണോ എന്ന് നോക്കി ക്യാപിറ്റൽ ലെറ്റർ തന്നെ അടിച്ചു കൊടുക്കണം. ഇനി അതല്ല സ്മോൾ ലെറ്റർ ആണെങ്കിൽ സ്മോൾ ലെറ്റർ തന്നെയാണ് അടിച്ചു കൊടുക്കേണ്ടത്. അത് അടിച്ചു കഴിഞ്ഞതിന് ശേഷം താഴെ കാണുന്ന വാലിഡേറ്റ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ താഴെ നിങ്ങൾക്ക് ആധാർ നമ്പറും അതേപോലെ തന്നെ ആധാറിൽ നിങ്ങളുടെ പേര് എങ്ങനെയാണോ അടിച്ചിട്ടുള്ളത് അതും ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറും ഇവിടെ അടിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, ഇത്രയും അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഏറ്റവും താഴെ ഒരു കൺസെന്റ് കൊടുക്കാനുണ്ട്. ഐ എഗ്രി എന്നുള്ളതിൻ്റെ അടുത്ത് കാണുന്ന ഈ ഒരു ചെക്ക് ബോക്സ് ടിക്ക് കൊടുക്കുക. അതിനുശേഷം വെരിഫൈ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു പോപ്പപ്പ് വരും, നമ്പർ അപ്ഡേറ്റ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞ്. ഇപ്പോൾ നമ്മുടെ നമ്പർ ഈ ഒരു RC ബുക്കിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് മൊബൈൽ നമ്പർ RC ബുക്കിൽ അപ്ഡേറ്റ് ചെയ്യാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് RC ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് എന്ന് നോക്കാം. ഇപ്പം നമ്മൾ നേരത്തെ എത്തിയിട്ടുള്ള ഈ ഒരു വെബ്സൈറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള
മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഭാഗത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ഇത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത ആളാണെങ്കിൽ നേരെ ക്ലോസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഈ വെബ്സൈറ്റിൽ പ്രവേശിക്കുന്നതാണ്. ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഏറ്റവും മുകളിലായിട്ട് 3 ലൈൻസ് നിങ്ങൾക്ക് കാണുന്നുണ്ടാകും. അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കുറച്ച് ഓപ്ഷനുകളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ മൂന്നാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള ഓൺലൈൻ സർവീസസ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് കൊടുക്കുന്ന സമയത്തും ഒരുപാട് ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. നേരെ മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അവസാന ഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് വെഹിക്കിൾ റിലേറ്റഡ് സർവീസസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവയുടെ ഒരു ബോക്സ് കാണിക്കുന്നുണ്ടാകും. നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റേറ്റ് ഏതാണ് എന്നുള്ളത് ഇവിടെ സെർച്ച് ചെയ്ത് നോക്കി ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. കേരള എന്നുള്ളത് കൊടുക്കുകയാണ്. ഇവിടെയും നമ്മുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഭാഗം വന്നിട്ടുണ്ട്. അത് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ചോദിക്കുന്നുണ്ട്. കേരള എന്നുള്ളത് നമ്മളിപ്പോൾ കൊടുത്തു. സെലക്ട് RTO എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ RTO എവിടെയാണ് എന്നുള്ളത് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ആ ഒരു ഏരോ കീയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് RTO എവിടെയാണ് എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ ടൈപ്പ് ചെയ്ത് നോക്കാനും സാധിക്കുന്നതാണ്. കൊടുവള്ളി SRTO എന്ന് പറയുന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതും ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അത് കുഴപ്പമില്ല. താഴെ കാണുന്ന ചെക്ക് ബോക്സ് ടിക്ക് കൊടുക്കുക. അതിനുശേഷം പ്രൊസീഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് ഓതന്റിക്കേഷനും കാര്യങ്ങളും ഇൻഫോർമേഷനും ഒക്കെയാണ്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം ഏറ്റവും മുകളിൽ കാണുന്ന പ്രൊസീഡ് എന്ന് പറയുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഓൺലൈൻ സർവീസസ് എന്ന് പറഞ്ഞ് ഒരുപാട് ഓപ്ഷനുകൾ താഴെ കൊടുത്തിട്ടുണ്ടാകും. നിങ്ങൾ നേരെ 3 ലൈൻസിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. അവിടെ കുറച്ച് ഓപ്ഷൻ വന്നതിൽ ഡൗൺലോഡ് ഡോക്യുമെന്റ് എന്ന് പറയുന്ന 5ാമത്തെ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് നീക്കി കഴിഞ്ഞാൽ പ്രിന്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നുള്ള ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ പ്രിന്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ് 2 കാര്യങ്ങൾ നമ്മളിവിടെ അടിച്ചു കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ മുഴുവനായിട്ട് ഇവിടെ അടിച്ചു കൊടുക്കുക. അതായത് രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറയുന്നത് വണ്ടിയുടെ മുഴുവൻ നമ്പർ ഇവിടെ അടിച്ചു കൊടുത്തു. അതേപോലെ തന്നെ വണ്ടിയുടെ ചേസിസ് നമ്പറിന്റെ അവസാനത്തെ 5 ഭാഗങ്ങളാണ് ഇവിടെ അടിച്ചു കൊടുക്കേണ്ടത്. മുഴുവനായിട്ട് അടിക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം വാലിഡേറ്റ് ഇൻഫോർമേഷൻ എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ താഴെ നിങ്ങൾക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാകും. അതായത് ഇത്തരത്തിൽ ഓൺലൈനായിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ പോസ്റ്റലായിട്ടൊന്നും അപേക്ഷിക്കില്ല എന്നാണ് പറയുന്നത്. അത് ജസ്റ്റ് ടിക്ക് കൊടുത്താൽ മതി. ആ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിൽ വരും. ഇവിടെ ജനറേറ്റ് OTP എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അതൊന്ന് നോട്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഇൻറ്റു മാർക്ക് അടിച്ച് ഇത് ക്ലോസ് ചെയ്യുക. താഴെ കാണുന്ന എൻ്റർ OTP എന്ന് പറയുന്ന ഭാഗത്ത് ഇപ്പോൾ വന്നിട്ടുള്ള OTP അടിച്ചു കൊടുക്കുക. അത് അടിച്ചു കഴിഞ്ഞതിന് ശേഷം താഴെ കാണുന്ന ഷോ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഒറിജിനൽ RC ഇവിടെ കാണിക്കുന്നതാണ്. ഈ ഒരു RC നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തോ ഇനി അതല്ല പ്രിന്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പ്രിന്റ് കൊടുത്തോ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടി ഏരോ കീ ക്ലിക്ക് ചെയ്യുക. അത്തരത്തിൽ ഫയൽ ഡൗൺലോഡ് ചെയ്തും എടുക്കാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ നിങ്ങളുടെ RC നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ തന്നെ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അത് പ്രിന്റ് എടുക്കണമെങ്കിൽ പ്രിന്റ് എടുത്തും സൂക്ഷിക്കാൻ സാധിക്കും. ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങൾ എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതിനുള്ള മറുപടി ലഭിക്കുന്നതായിരിക്കും. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളാണ് നമ്മുടെ ചാനലിൽ വരുന്നത്. ഇനിയും ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇത്തരത്തിലുള്ള നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.